ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ വർക്ക് ഏരിയയിൽ വരുന്ന സമയത്ത് പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് മെയിൻ കിച്ചൺ, അതിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് വരുന്ന ചെറിയൊരു കിച്ചൺ. അവിടെ നമ്മൾ പുകയില്ലാത്ത അടുപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലാബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര സെൻറ്റിമീറ്റർ നീളം വേണം, എത്ര സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന ഏകദേശം 1 മീറ്ററാണ്, അതായത് 100 സെൻറ്റിമീറ്ററാണ് മിനിമം നമ്മളൊരു ലെങ്ത്ത് വേണം. അത് കൂടാതെ തന്നെ 50 സെൻറ്റിമീറ്റർ 60 സെൻറ്റിമീറ്ററും ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ മുകളിലേക്ക് സ്ലാബ് അടിക്കാൻ പാടില്ല. 60 സെൻറ്റിമീറ്ററിലാണ് ഈ പറഞ്ഞ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ആ പറയുന്ന അതിൻ്റെ സ്ലാബ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം മുകളിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 30 സെൻറ്റിമീറ്ററോളം അതിൻ്റെ ഹൈറ്റ് വരുന്നുണ്ട്. അടുപ്പിൻ്റെ ആ കുഴി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ അറിയായിരിക്കും. അപ്പോൾ അതിനൊരു 60 സെൻറ്റിമീറ്റർ നേരെ ഹൈറ്റ് വന്നു. അതിൽ നിന്ന് നേരെ ഒരു 30 സെൻറ്റിമീറ്റർ കൂടി ഹൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന അടുപ്പിൻ്റെ അതിൻ്റെ ആ ഉള്ളിലെ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ചെയ്യാനുള്ള ഗ്യാപ്പ് വേണം. അപ്പം 60 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു അടുപ്പിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുമ്പോൾ 90 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്ലാബ് അടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം സ്ലാബിൻ്റെ ഒരു സൈഡ് ഉണ്ടോ ചെറുതായിട്ട് കല്ല് വെച്ച് കെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല, ആ സൈഡിലാണ് നമ്മൾ അപ്പുറത്തെ സൈഡാണ് നമ്മൾ പാത്രം കാര്യങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മൾ അടുപ്പ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിൻ സ്ലാബ് നമ്മൾ പറഞ്ഞു 60 സെൻറ്റിമീറ്ററാണ് മാക്സിമം ഹൈറ്റ് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ പറഞ്ഞ അടുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിങ്ക് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിങ്കും ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. സിങ്കിൻ്റെ ആ സെയിം സ്ലാബിൻ്റെ സെയിം ഹൈറ്റിൽ അടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് വരുന്ന സിങ്ക് ആയതുകൊണ്ട്, അതായത് റെഡിമെയ്ഡ് സിങ്ക് വയ്ക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സിങ്ക് ആയതുകൊണ്ട് അത്രയും ഹൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ഉള്ളളവ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 60 സെൻറ്റിമീറ്റർ തന്നെയാണ് ആ സിങ്കിൻ്റെ ഓപ്ഷനും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഒരു സൈഡ് കണ്ടോ, ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ജനൽ വെച്ചിരിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭിത്തിയുടെ സെൻറ്ററിൽ നമ്മൾ ജനൽ വയ്ക്കും. അത് പുറത്തേക്ക് പോകുന്ന പോക്കോയിൽ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡിലേക്ക് ജനൽ മാറ്റി വയ്ക്കുക. നമ്മൾ ഇപ്പുറത്തെ സൈഡായിരിക്കും അതിൻ്റെ പോക്കോയിൽ, അതായത് പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴൽ, അതായത് പുക പോകണിലേക്ക് പോകാനുള്ള മണ്ണിൻ്റെ അല്ലെങ്കിൽ ആസ്ബറ്റോസുമായിട്ട് വരുന്ന ഒരു കുഴൽ വരുന്നുണ്ട്. ആ കുഴൽ പുറത്തേക്ക് പോകാനുള്ള ഗ്യാപ്പ് നമ്മളെപ്പോഴും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചത് ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻറ്ററായിട്ട് നമ്മൾ ജനലിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ പോക്കലിൽ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. കൊന്നലി ജനലിൻ്റെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും പോക്കലിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ജനലിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് അത് പൊളിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ വളരെ നഷ്ടമായിരിക്കും നമ്മൾ സംഭവിക്കുക. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഇത് വെക്കുന്ന ഏരിയകളിൽ ജനൽ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. പോക്കലിൽ പോകാനായിട്ട് ഒരു മിനിമം ഒരു ചെറിയൊരു ഏരിയയാണ്, അതായത് ഒരു 8 ഇഞ്ച് ഉണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ഇഞ്ചിൻ്റെ പൈപ്പാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടിട്ട് ജനലൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ ആ ഏരിയയിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് പോക്കലിൽ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ഏരിയ നിങ്ങൾക്ക്, അതായത് ഏകദേശം നമ്മൾ പറഞ്ഞു 100 സെൻറ്റിമീറ്ററാണ്, അതായത് 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ മൊത്തം നീളം കൊടുത്തിരിക്കുന്നത്. വീതി കൊടുത്തിരിക്കുന്ന ഏകദേശം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും 2 അടി. 2 അടിക്കുള്ളിൽ ഏറ്റവും കുറഞ്ഞത് 2 അടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പുകയില്ലാത്ത അടുപ്പ് വയ്ക്കുന്ന സമയത്ത് അല്ല വലിപ്പം കൂടിയ ഉരുളി കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഗ്യാപ്പ് കിട്ടണം. വേണമെങ്കിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ 60 സെൻറ്റിമീറ്റർ എന്നുള്ളത് വേണമെങ്കിൽ ഒരു 90 സെൻറ്റിമീറ്റർ ആയിട്ട് സ്ലാബിൻ്റെ വീതി വേണമെങ്കിൽ കുറച്ച് നീളം കൂട്ടിയിട്ടാലും പ്രശ്നമില്ല. കാരണം ആ ഏരിയയിലേക്ക് നമ്മൾ പാത്രങ്ങൾ വയ്ക്കുന്ന സമയത്ത് ഭിത്തിയിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള പുതിയ ഇൻഫർമേറ്റീവ് ആയുള്ള വീഡിയോസ് കാര്യങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.